ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഫിലിം തിയറീസാണ് നമ്മൾ നോക്കുന്നത്. മേജർ ഫിലിം തിയറീസിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിയലിസം. നമുക്ക് ആദ്യം വരുന്നത് റിയലിസമാണ്. Definition: The term realism originated from a 19th century literary and art movement that aimed to depict life as it really was, contrasting with the classical idealism. റിയലിസം എന്നുള്ളത് നമുക്ക് ലിറ്റററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളൊരു വാക്കാണ്. അതായത് ജീവിതത്തെ അതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ റിയലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോക്കസ്: It emphasized ordinary life, particularly the struggles and conditions faced by the socially deprived. അപ്പോൾ ഈ റിയലിസ്റ്റിക് സിനിമകൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് ഒരുപക്ഷെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ദിവസവേതനക്കാരോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളുടെ ജീവിതവും അവർ നേരിടുന്ന പ്രശ്നവും ആ രീതിയിൽ യഥാർത്ഥ ജീവിതത്തെ, ലോകത്തെ അതേപോലെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് റിയലിസത്തിന്റെ കൺസെപ്റ്റ്. Function in films. Realism in films seek to present a direct and truthful view of the real world through its portrayal of characters and environments. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും അതുപോലുള്ള ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റിയലിസം ഇൻ ഫിലിംസ്. നമുക്ക് രണ്ട് തരത്തിലുള്ള റിയലിസമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് സീംലെസ് റിയലിസം. This type of realism uses techniques like lighting, color, sound to create a reality effect. അപ്പോൾ സീംലെസ് റിയലിസത്തിനകത്ത് നമുക്ക് വരുന്നത് ഈ സിനിമയിൽ ഒരു റിയാലിറ്റിയുടെ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിങ്, സൗണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറയുടെ ആംഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു എഫക്റ്റ് സൃഷ്ടിച്ചെടുക്കുന്നതാണ് സീംലെസ് റിയലിസത്തിൽ നമ്മൾ കാണുന്നത്. എസ്തെറ്റിക്കലി മോട്ടിവേറ്റഡ് റിയലിസം focuses on conveying a reading of reality or multiple readings. ഈ എസ്തെറ്റിക്കലി മോട്ടിവേറ്റഡ് റിയലിസത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിൽ എന്താണോ നടക്കുന്നത് അത് റിയൽ ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു തീം വരുന്നത്. ഫിലിംസ് അണ്ടർ ദിസ് കാറ്റഗറി ഓഫ്റ്റൻ ഫീച്ചർ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ്, ലോങ് ഷോട്ട്സ് വിത്ത് ഡീപ് ഫോക്കസ് സിനിമോട്ടോഗ്രഫി, ലോങ് ടേക്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഷോട്ട്സ് അറ്റ് ഐ ലെവൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളിൽ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് റിയൽ ആയിട്ട് തോന്നില്ല. കാരണം അതൊരു സിനിമയാണ് എന്നുള്ളൊരു തോന്നല് ആ അഭിനേതാക്കൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത്തരം സിനിമകളിൽ അങ്ങനെ പോപ്പുലർ അല്ലാത്ത നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ന്യൂ ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ചെയ്യും. അപ്പൊ നമുക്കത് റിയൽ ആയിട്ടുള്ള എഫക്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. കൂടാതെ തന്നെ ഇതിന്റെ ക്യാമറ ആംഗിൾ പലപ്പോഴും ഐ ഷോട്ട് ലെവലിലാണ് ഉണ്ടായിരിക്കാം. അതായത് ഒരാൾ നേർക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയുടെ ആംഗിളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ആ രീതിയിലൊക്കെ നമ്മൾ റിയൽ ആയിട്ടൊരു കാര്യം കാണുക എന്നുള്ളൊരു എഫക്റ്റ് ഒക്കെയാണ് ഇത്തരം സിനിമകളിൽ ഉണ്ടാവുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ഫോർമലിസമാണ്. ഫോർമലിസം ഫോക്കസസ് ഓൺ ദി എസ്തെറ്റിക്സ് ഓഫ് ദ ഫിലിം ദാൻ ഇറ്റ്സ് സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞ റിയലിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇതിൽ സ്റ്റോറി റിയൽ ആണോ അല്ലയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ആ സിനിമയുടെ എസ്തെറ്റിക്സിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പല ആളുകളും സിനിമ കാണുന്നത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ സിനിമ കാണുമ്പോൾ അതിലെ കഥയായിരിക്കും ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി ചില ആളുകൾ സിനിമ കാണുന്ന സമയത്ത് അതിലെ കഥയ്ക്ക് അപ്പുറത്തേക്ക് അതിനകത്തുള്ള സിനിമോട്ടോഗ്രഫി എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയാണ് ഉള്ളത്, അത് മാച്ച് ആവുന്നുണ്ടോ, അതിന് എത്രമാത്രം എഫക്റ്റ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ളതിൽ പരിഗണിക്കാറുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ബ്ലോഗുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിലിം റിവ്യൂസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആ രീതിയിൽ സിനിമയെ വിലയിരുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫോർമലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു സിനിമയുടെ കഥയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിനകത്ത് വരുന്ന മറ്റ് ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതിൽ എസ്തെറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള സിനിമോട്ടോഗ്രഫി, അതിനകത്തുള്ള കാസ്റ്റിങ്, അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിൽ ലൈറ്റിങ്, അതിൽ എഡിറ്റിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് എഫക്റ്റാണ്, എന്ത് ഫീലാണ് ആ സിനിമയ്ക്ക് നൽകുന്നത്, അത് നല്ലതായിട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ സിനിമയെ നോക്കി കാണുന്നതിനെയാണ് ഫോർമലിസം എന്ന് പറയുന്നത്.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമലിസ്റ്റ് ഫിലിംസ്. ഇനി ഫോർമലിസ്റ്റ് ആയിട്ടുള്ള സിനിമയുടെ ക്യാരക്ടറിസ്റ്റിക്കുകളാണ് പറയുന്നത്. ഫോക്കസ് ഓൺ ടെക്നിക്ക്. ഫോർമലിസം ഫോക്കസസ് ഓൺ എലിമെന്റ്സ് ലൈക്ക് മിസിൻസാൻ, framing, lighting, set, design, costumes ആൻഡ് ആക്ടേഴ്സ് പൊസിഷൻ വിത്തിൻ ദ ഷോട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത്തരം എലിമെന്റ്സ് ആണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ ഫോർമലിസ്റ്റ് ആയിട്ടാണ് നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിലെ ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂം, അതുപോലെ തന്നെ അവരുടെ പൊസിഷൻസ്, അതുപോലെ തന്നെ ആ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും. സിനിമാറ്റോഗ്രഫി, ക്യാമറ ആംഗിൾസ്, മൂവ്മെന്റ്സ് ആൻഡ് ഷോട്ട് സൈസസ്. ഇനി സിനിമാറ്റോഗ്രാഫിക്കും വലിയ പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ റിയലിസത്തിനകത്ത് പറഞ്ഞത് ഒരു ഐ ലെവൽ ഷോട്ടുകളാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഒരാൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് അവിടെ ഉണ്ടായിരിക്കുക. പക്ഷെ ഫോർമലിസത്തിനകത്ത് എല്ലാ തരത്തിലുള്ള ആംഗിളുകളും ഇതിനകത്ത് ഉപയോഗിക്കും. ഹൈ ആംഗിൾ, ലോ ആംഗിൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഷോട്ടുകളും ഇതിനകത്ത് ഉപയോഗിക്കും. അതായത് അവർ എസ്തെറ്റിക് ക്വാളിറ്റി എങ്ങനെയാണോ അതിന് ലഭിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉപയോഗിക്കും. എഡിറ്റിംഗ്, ഹൗ ഷോട്ട്സ് ആർ അസംബിൾ ടു ക്രിയേറ്റ് സീക്വൻസ്. ഇനി എഡിറ്റിങ്ങിനകത്ത് നമുക്കറിയാം സാധാരണഗതിക്ക് ഒരു നല്ല എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഡിറ്റിംഗ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെയാണ് അത് ഉണ്ടാവുക. റിയലിസ്റ്റ് സിനിമയിലൊക്കെ അങ്ങനെയാണ്, ഒരു ഫ്ലോയിൽ ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഫോർമലിസ്റ്റ് സിനിമയിൽ അങ്ങനെയല്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഒരു ഫൈറ്റ് സീനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ എഡിറ്റിംഗ് വരുന്നത്. അങ്ങനെയുള്ള രീതിയിൽ അതൊക്കെ അവർ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, ഡയലോഗ് ആൻഡ് സൗണ്ട് എഫക്ട്സ്. അതുപോലെ തന്നെ അതിലെ ഡയലോഗുകൾ, അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത്തരത്തിലുള്ള സൗണ്ടുകൾ എന്നതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഒരു മാനസികാവസ്ഥയെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചുകൊണ്ട് കൺവേ ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫോർമലിസ്റ്റ് സിനിമയിൽ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർമലിസം യൂസസ് ദീസ് എലിമെന്റ്സ് ടു കൺവേ ഐഡിയാസ് ആൻഡ് ക്രിയേറ്റ് ഫീലിങ്സ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ സാധ്യമായിട്ടുള്ള ടെക്നിക്കുകൾ, അതിന്റെ ക്യാമറ ആംഗിള്, അതിന്റെ സെറ്റിങ്, അതിന്റെ സൗണ്ട്, എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐഡിയ കൺവേ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമാണ് ഫോർമലിസ്റ്റ് സിനിമകൾക്കകത്ത് ശ്രമിക്കുന്നത്. അവിടെ ഒരു സ്റ്റോറി എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല സിനിമയെ കാണുന്നത്. ഒരു വിഷ്വൽ എഫക്റ്റ് എന്നുള്ള രീതിയിൽ അതിനൊരു ആർട്ടായിട്ടും അതിനെ പരമാവധി ഫീൽ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫോർമലിസത്തിനകത്ത് വരുന്നത്. അടുത്തത് ഓയിറ്റർ തിയറി. ഡെഫിനിഷൻ: ഓയിറ്റർ തിയറി posits that the director is the primary creative force behind a movie, akin to an author in literature. ഓയിറ്റർ തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ഓതർ തിയറി എന്നതിന്റെ ഫ്രഞ്ച് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണോ ഓതർ ഉള്ളത് അതുപോലെയാണ് ഒരു സിനിമയ്ക്കകത്ത് ഡയറക്ടറുടെ റോൾ എന്നാണ്. ഒറിജിൻ: The term auteur was first used by French film critics and directors in the 1920s with François Truffaut's 1954 essay, A Certain Trend in French Cinema, popularizing the concept. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് വേർഡാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫിലിം ക്രിറ്റിക്സിൽ നിന്നാണ് ഈ ഒരു തിയറി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി ഈ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള തിയറിയല്ല, ഒരു സിനിമയുടെ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിയറിയിൽ പരിശോധിക്കുന്നത് ഒരു സിനിമയായിരിക്കില്ല, ഒരു ഡയറക്ടർ ചെയ്തിട്ടുള്ള പല സിനിമകളെ വെച്ചുകൊണ്ട് അവയുടെ പൊതു സ്വഭാവം എന്നുള്ള രീതിയിൽ പരിശോധിക്കുന്ന ഒരു തിയറിയാണ് ഈ ഓയിറ്റർ തിയറി എന്ന് പറയുന്നത്. Components of auteur theory. Technical competence. Auteurs must exhibit top tier technical filmmaking abilities. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയറക്ടറിന് നമ്മൾ ഓയിറ്റർ എന്ന് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ടോപ്പ് ടയർ ടെക്നിക്കൽ ഫിലിം മേക്കിംഗ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം. മാത്രമല്ല ഒന്നിലധികം സിനിമകൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഡിസ്റ്റിങ്വിഷബിൾ പേഴ്സണാലിറ്റി ഓർ സിഗ്നേച്ചർ സ്റ്റൈൽ. Auteurs have a unique personality and style reflected in their films with recurrent characteristics across their works. ഇനി ഒരു ഡയറക്ടറിനെ നമ്മൾ ഓയിറ്റർ എന്ന് വിളിക്കുന്നത് അയാളുടെ സിനിമകൾക്ക് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ നേരത്തെ കണ്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമകൾ അത് ത്രില്ലറാണ്, സസ്പെൻസ് ആണ് എന്ന രീതിയിൽ ഒരു പൊതു സ്വഭാവം അയാളുടെ സിനിമകൾക്കുണ്ട്. അപ്പൊ നമ്മൾ അയാളൊരു ഓയിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുപോലെ ഒരു ഡയറക്ടർക്ക് ഇതുപോലെ സിഗ്നേച്ചർ ആയിട്ടുള്ള എലിമെന്റ്സ്, അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ സിനിമയിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അയാളെ ഈ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇന്റീരിയർ മീനിങ്.
OIT's films go beyond pure entertainment to reveal unique perspectives and reflections on the human condition. ഇനി സാധാരണഗതിക്ക് ഈ ഡയറക്ടേഴ്സിന്റെ മൂവികൾക്കകത്ത് ഒരു എന്റർടൈൻമെന്റ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു അവരുടെ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചുള്ള അവരുടെ റിഫ്ലക്ഷൻസും ഒക്കെ അവർ ഇതിലൂടെ അവതരിപ്പിക്കാറുണ്ട്. ഇനി വരുന്നത് അപ്പാരറ്റസ് തിയറി. ഡെഫിനിഷൻ: The theory argues that film itself is inherently ideological. അപ്പോൾ ഈ തിയറിക്കകത്ത് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. ദിസ് മീൻസ് ദി ടെക്നോളജി ആൻഡ് ദ പ്രോസസ്സസ് ഓഫ് ഫിലിം മേക്കിംഗ്, നോട്ട് ജസ്റ്റ് ദ കണ്ടന്റ് ഓഫ് ദ ഫിലിം, ഷേപ്പ് ഹൗ വി പെർസീവ് ദ മൂവി ആൻഡ് ദ വേൾഡ് ഇറ്റ് പോർട്രേസ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഈ സിനിമയുടെ ടെക്നോളജിയും അതിന്റെ പ്രോസസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ ക്യാമറ, എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ഉൾപ്പെടെ ആ സിനിമയുടെ കഥക്കപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് ആ സിനിമയെ പെർസീവ് ചെയ്യുന്നതെന്നുള്ളതും അതിലെ വേൾഡിനെ കാണുന്നത് എന്നുള്ളതിനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സ്പെക്ടേറ്റർഷിപ്പ് ആൻഡ് ഐഡിയോളജി. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത്, the theory suggests that cinema positions viewers in a specific way. The darkness, the fixed seat, and the large screen all contribute to a kind of passive spectatorship that reinforces the film's ideology. ഇതിൽ പറയുന്നത് ഒരു സിനിമ കാണുന്ന ഒരു സിറ്റുവേഷനിലുള്ളത് തിയേറ്ററിൻ്റെ അകത്താണെങ്കിൽ ഒരു ഇരുട്ട് മുറിയായിരിക്കും, നമ്മളൊരു സീറ്റിനകത്തിരിക്കും. അതുപോലെ തന്നെ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ വലുതും നമ്മൾ വളരെ ചെറുതും ആവുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ വളരെ പാസീവ് ആയിട്ടുള്ള വെറും ഒരു സ്പെക്ടേറ്റർ ആയിട്ട് വരും. ആ രീതിയിൽ സിനിമയിലെ ഐഡിയോളജി ഈ കാഴ്ചക്കാരിലേക്ക് കൂടുതലായിട്ട് വരുമെന്നാണ് ഈ തിയറിക്കകത്ത് പറയുന്നത്. ക്വസ്റ്റ്യനിങ് റിയാലിറ്റി. അപ്പാരറ്റസ് തിയറി ചലഞ്ചസ് ദി ഐഡിയ ദാറ്റ് മൂവീസ് സിംപ്ലി റിഫ്ലക്ട് റിയാലിറ്റി. അപ്പോൾ ഈ തിയറിക്കകത്ത് പറയുന്നത് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യം എന്നുള്ള രീതിയിലല്ല. It argues that the way films are constructed shapes our understanding of what's real. ഈ സിനിമ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് എന്താണ് റിയൽ എന്നുള്ളത് അത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നതെന്നാണ് ഈ തിയറിക്കകത്ത് പറയുന്നത്. ഷിഫ്റ്റ് ആഫ്റ്റർ 1975. Post 1975, the spectator is also seen as an active producer of meaning, interpreting and judging the film text. അപ്പോൾ 75-ന് ശേഷം ഈ തിയറിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുൾ അല്ല. ഇത് കാണുന്ന ആളുകളിലേക്ക് ഇങ്ങനെ ഐഡിയോളജി അടിച്ചേൽപ്പിക്കാനൊന്നും സാധിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ദ സ്പെക്ടേറ്റർ ക്യാൻ റെസിസ്റ്റ് ബീയിങ് ഫിക്സ്ഡ് ആസ് എ വോയർ ആൻഡ് ജഡ്ജ് ദ ഫിലിം ക്രിട്ടിക്കലി. അങ്ങനെ സ്പെക്ടേറ്ററിലേക്ക് ഈ സിനിമ ഉദ്ദേശിക്കുന്ന ഐഡിയോളജി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നില്ല. അയാൾക്ക് അത് റെസിസ്റ്റ് ചെയ്യാനും അത് ക്രിട്ടിസൈസ് ചെയ്യാനും കൂടി കഴിയും എന്നുള്ള രീതിയിലേക്ക് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് സുച്ചൂർ തിയറി. സുച്ചൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് എന്നാണ് അർത്ഥം, അതായത് തുന്നി പിടിപ്പിക്കുക എന്നുള്ളത്. അതേ അർത്ഥം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ തിയറിക്കകത്തും വരുന്നത്. Suture theory in film studies refers to the techniques used by filmmakers to immerse the audience into the film's narrative, making them forget that they are watching a constructed text. അതായത് സിനിമ കാണുന്ന ആളുകൾ അവരൊരു സിനിമ കാണുകയാണെന്ന് ബോധമില്ലാത്ത രീതിയിൽ ആ സിനിമയിൽ മുഴുകിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈ തിയറിക്കകത്ത് പരിശോധിക്കുന്നത്. ഒറിജിൻ. The concept was introduced by film theorists like Jean-Pierre Audat in 1977, drawing from Jacques Lacan's studies in child psychoanalysis. ഫ്രഞ്ച് ഫിലിം ക്രിറ്റിക്സിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തിയറിയാണ്. ഇതിൽ ജാക്ക് ലാക്കാന്റെ സൈക്കോ അനാലിസിസിലെ ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സൈക്കോ അനാലിസിസിൽ പറയുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്, ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്ന കാര്യങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് തുടങ്ങിയിട്ടുള്ള സൈക്കോ അനാലിസിസിലെ തിയറി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. റോൾ ഓഫ് സുച്ചൂർ. Suture techniques are used to align the viewer's perspective with that of camera, creating a seamless viewing experience where the audience feels part of the film's world. അപ്പോൾ ഈ തിയറി പ്രകാരം ഇവിടെ ചെയ്യുന്നത് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മൾ ആ റിയാലിറ്റിയിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ ആ സിനിമ എന്ന് പറയുന്നത് വേറൊന്നാണ്, നമ്മൾ വേറൊന്നാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതില്ലാതെ ഒരു സീംലെസ് ആയിട്ടുള്ള വ്യൂവിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാമറയുടെ ആംഗിൾ, അതുപോലെ തന്നെ എഡിറ്റിങ്ങിലെ രീതികൾ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ കാഴ്ചക്കാർക്ക് ഇതിങ്ങനെ അവരതിൽ മുഴുകിയിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ്.
In Martin Scorsese's Goodfellas, a tracking shot follows characters through a restaurant, allowing viewers to feel as if they are walking with them. നമുക്ക് ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇതിലൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് 2-3 ക്യാരക്ടേഴ്സ് നടക്കുന്ന സമയത്ത് ഈ ക്യാമറ അതിൻ്റെ കൂടെ റോൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് അവരുടെ കൂടെ നടക്കുകയാണ് നമ്മളും എന്നുള്ള രീതിയിലൊരു ഫീൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്യാരക്ടർ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ക്യാമറ പുറത്തേക്ക് നോക്കും, അപ്പോൾ നമ്മൾ കൂടെ നോക്കുക എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്കുകളിലൂടെ ഈ കാഴ്ചക്കാർക്ക് സിനിമയിൽ മുഴുകിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സിനിമയെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തിയറിക്കകത്ത് പറയുന്നത്. ഇനി ഇതിൽ അവസാനമായിട്ട് നമുക്ക് വരുന്നത് കൾച്ചർ ഇൻഡസ്ട്രിയാണ്. അത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൈമാണ്. The term originated from the critical theorist Theodore Adorno and Max Horkheimer, who argued in the mid-20th century that mass media had negative effects on society by promoting conformity and manipulating individuals. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മാസ് മീഡിയ, സിനിമ ഉൾപ്പെടെയുള്ള ഈ മീഡിയ ആളുകളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കൺഫോമിറ്റി, അതായത് ഈ റൂളിംഗ് ക്ലാസിന്റെ സമൂഹത്തിലെ ഈ പ്രബലരായിട്ടുള്ള വിഭാഗത്തിന്റെ ഐഡിയാസ് സമൂഹത്തിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ആളുകളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് സ്വപ്നം കാണേണ്ടതെന്നാണ് സിനിമയിൽ കാണിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ നായകന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ, നായികമാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കൾച്ചറലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. Key points. Adorno and Horkheimer suggested that mass media, including film and television, aim to entertain and create a false sense of agreement, thus limiting critical thinking and promoting conformity to societal norms. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനോട് ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവം എടുക്കാൻ വേണ്ടിയിട്ട് ഈ മീഡിയനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഈ തിയറിക്കകത്ത് പറയുന്നത്. Critic. They argued that industries like film and television no longer serve as means of artistic expression, but rather as tools of capitalist control, promoting sameness and conformity. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഒരു റൂളിംഗ് ക്ലാസിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പ്രബല വിഭാഗത്തിന്റെ ഐഡിയാസ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെജിമണി എന്നുള്ള ലെവലിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിലിം തിയറിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.